ഒരു ഏതാണ്ട് ഒരു 9 വർഷത്തോളമായിട്ട് ഈ യോഗ ഫീൽഡിലുണ്ട്. യോഗയെ സംബന്ധിച്ച് 9 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. എങ്കിലും ഈ യോഗയിലേക്ക് വന്നതിന് ശേഷമുള്ള എൻ്റെ അനുഭവങ്ങളാണ് അവയെനിക്ക് കൂടുതൽ ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം. അത്രമാത്രം എൻ്റെ ജീവിതം ചേഞ്ച് ചെയ്യും. നമ്മുടെ പരിശീലനത്തിലേക്ക് വന്നാല് എന്താണ് ശ്വസനം നമ്മൾ ആദ്യം അറിയണം. നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആ ഒരു ഊർജത്തിന്റെ ഒരു സിംറ്റമാണ് ഈ ബ്രീത്തിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരാള് മരിച്ചോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് ശ്വാസം പോയോ എന്നാണ്. അതായത് ആ പ്രാണന്റെ ഒരു അടയാളമാണ് ഈ ശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വിലപ്പെട്ട ഒന്നിനെയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. എന്നും നമ്മൾ ജനിക്കുമ്പം മുതൽ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്നിടം വരെ അത് നടക്കും. പക്ഷെ ഇവിടെ നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. എങ്ങനെയാണ് ഈ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതും. അതാണ് ഈ ബ്രീത്തിങ് പ്രാക്ടീസിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് പിന്നെ പല പേരുകളിൽ പല പല രീതികളിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. പക്ഷെ മെയിനായിട്ടും നമ്മളുടെ ആ ശ്വാസത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ നമ്മുടെ ഗ്രൂപ്പില് പ്രാണായാമം എന്നുള്ള ഒരു പേരിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ പ്രാണായാമത്തിന് ഒരു അല്പം കൂടി വ്യത്യാസമുണ്ട്. കാരണം അവിടെ നമ്മൾ ഈ ശ്വസനത്തെ ഒന്ന് പിടിച്ചു നിർത്തുന്നുണ്ട്. നമ്മളൊരു ഗ്രൂപ്പിൽ ഒക്കെ പരിശീലിക്കുന്ന സമയത്ത് പ്രാണായാമം അത്ര ഈസി അല്ല ചെയ്യാൻ. കാരണം ഇത്രയും വലിയ ഒരു ഊർജത്തെ നമ്മൾ പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനെ താങ്ങാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ശാരീരികമായ പരിശീലനങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് പ്രാണായാമം പരിശീലിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ആഹാരത്തിനും അതിന്റെ രീതികൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് അതിനകത്തെ ആ ഒരു ഹോൾഡിങ് പാർട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ബ്രീത്തിങ് മാത്രമാക്കി മാറ്റും. പക്ഷെ നമ്മുടെ നോർമൽ ലൈഫിൽ അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാരണം അത് കുറച്ചും കൂടി ഡീപ്പാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊന്ന് അറിയാൻ ശ്രമിക്കുക. സാധാരണയായിട്ട് നമ്മൾ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ കൈ ഒന്ന് നമ്മുടെ വയറിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം ഒന്ന് ശ്വാസം എടുത്ത് നോക്കുക. ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മളുടെ വയറ് പുറത്തേക്ക് വരുന്നുണ്ടോ, ശ്വാസം വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക്. ഈ ഒരു മൂവ്മെന്റ് ആണ് എപ്പോഴും നമുക്കൊരു റിലാക്സിങ് ഫീല് തരും. ഇപ്പൊ ചില ആളുകൾ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് ഉള്ളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ചാണ് കുറച്ചും കൂടി നമുക്കൊരു റിലാക്സേഷൻ തരുന്നത്. അപ്പൊ അതിനെ നമ്മൾ അബ്ഡോമിനൽ ബ്രീതിങ് എന്നാണ് പറയുന്നത്. ഈ ഒരു പരിശീലനത്തിൽ മുഴുവൻ നമ്മൾ മനഃപൂർവ്വം കുറച്ച് ദിവസം ഒന്ന് മനഃപൂർവ്വം ചെയ്ത് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വന്നു. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ഡീപ്പ് ബ്രീത്തിങ് ആണ്. ഈ പരിശീലനത്തിൽ നമ്മൾ ഒരു റേഷ്യോ ഇടുന്നുണ്ട്. റേഷ്യോ പ്രാണായാമത്തിൽ വരുമ്പോൾ അത് 1:4:2 പല പല റേഷ്യോ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ സാധാരണ ചെയ്യുന്നത് ഈ ഒരു റേഷ്യോയിലാണ്, 1:4:2. അതിനകത്ത് ഈ 4 എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം പിടിച്ചു നിർത്തുന്ന ഒരു അളവാണ്. പക്ഷെ അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. 1:2 എന്നുള്ള റേഷ്യോയിലാണ് ചെയ്യുന്നത്. ഇനിയും റേഷ്യോ ഒന്നും നോക്കിയില്ലെങ്കിലും ഈ ഒരു ഡീപ്പ് ബ്രീത്തിങ് അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നമ്മൾ 1 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വരും. അപ്പം വെറുതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു 4-5 തവണ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു ഇതായിട്ട് ഒരു 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്ത് 10 സെക്കൻഡ് കൊണ്ട് ശ്വാസം വിട്ടു നോക്കാം. ആദ്യത്തെ പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോ നിലത്തിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇപ്പൊ നിലത്തിരുന്നാ ചെയ്യുന്നതെങ്കിൽ അത് മതി. ഇനിയും ഇപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നോ, നമുക്ക് അങ്ങനെ ഇരിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ചെയ്യുന്ന സമയത്ത്
നമ്മൾ നിവർന്നിരിക്കണം. ബ്രീത്തിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഷോൾഡർ കുറച്ചൊന്ന് ബാക്കിലേക്കാക്കി, കഴുത്തും നേരെയാക്കി, നമ്മുടെ ബാക്കിൽ നമ്മളെ നടുവും നന്നായിട്ട് നിവർന്നിരിക്കണം. ഇപ്പോ ഒരു ഭിത്തിയോട് ചേർന്ന ഒരു പില്ലോ വെച്ചിട്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കസേരയിലാണെങ്കിലും ബാക്കിൽ ഒരു പില്ലോ കൊടുക്കാം. അപ്പൊ നമുക്ക് നടുവിനൊരു സപ്പോർട്ടും കിട്ടും. അപ്പൊ അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നന്നായിട്ട് നിവർന്നിരിക്കുക. നിവർന്നിരുന്നതിന് ശേഷം നമ്മൾ ഇപ്പോ 5, 10 അതാണ് നമ്മളുടെ റേഷ്യോ. അപ്പൊ 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ മനസ്സിലൊന്ന് എണ്ണി 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം മൂക്കിലേക്ക് എടുക്കുക. 10 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് പുറത്തേക്ക് വരിക. വീണ്ടും 5 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. 10 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പൊ ഒരു 3 or 4 തവണ ചെയ്യുക. ഈ ഒരു ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് താഴെയുള്ള റേഷ്യോ, അതായത് 4, നമ്മൾ 5, 10 ആയിരുന്നു, നമ്മൾ 4, 8 ആക്കി മാറ്റുക. കാരണം നമ്മൾ ഒന്ന് കുറയ്ക്കുക. ഒരിക്കലും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 5, 10 എല്ലാവർക്കും എളുപ്പമായിരിക്കും, ചില ആളുകൾക്ക് 5, 10 പാടായിരിക്കും. അപ്പൊ നമ്മൾ 4, 8ലേക്ക് മാറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാം. ഇനി അടുത്തതായിട്ട് നമ്മൾ വേറൊരു ബ്രീത്തിങ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അനുലോമ വിലോമ ശ്വസനം. അപ്പൊ അത് നിങ്ങൾ പല ടിവിയിലാണെങ്കിലും അങ്ങനെ പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ശ്വസനം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നന്നായിട്ട് നിവർന്നിരിക്കുക. നിവർന്നിരുന്നതിന് ശേഷം നമ്മൾ കൈകള് ഈ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, ഈ ഒരു മുദ്ര, അതായത് നമ്മളെ ചൂണ്ടുവിരലും നടുവിരലും അകത്തേക്കാക്കിക്കൊണ്ട്, ഇതാണ് നമ്മൾ നാസിക മുദ്ര അല്ലെങ്കിൽ വിഷ്ണു മുദ്ര എന്നൊക്കെ പറയും. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബ്രീത്തിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ കൈകൾ വെക്കുക. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ വലത് മൂക്ക് നമ്മുടെ ഈ തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിക്കുക. അതിനുശേഷം സാവധാനം ഈ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ഇടത് മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് വലത് മൂക്കിലൂടെ വിടുക. അതിനുശേഷം വലത് മൂക്കിലൂടെ എടുക്കുക. ഇടത് മൂക്കിലൂടെ വിടുക. പിന്നീട് ഇടത് മൂക്കിലൂടെ എടുക്കുക, വലത് മൂക്കിലൂടെ വിടുക. ഈ ഒരു പ്രാക്ടീസ് വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ ഒരു ബോഡിയെ ബാലൻസ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ അനുലോമ വിലോമ ശ്വസനം. ഇത് ഫസ്റ്റ് നമ്മൾ ഇടത് മൂക്കിലൂടെ എടുക്കുന്നു, ഇടത് മൂക്ക് അടച്ചു പിടിക്കുന്നു, വലത് മൂക്കിലൂടെ വിടുന്നു. വലത് മൂക്കിലൂടെ എടുക്കുന്നു, ഇടത് മൂക്കിലൂടെ വിടുന്നു. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടത് മൂക്കിലൂടെ എടുത്ത് വലത് മൂക്കിലൂടെ വിട്ടിട്ട് വലത് മൂക്കിലൂടെ എടുത്ത് ഇടത് മൂക്കിലൂടെ വിടുമ്പോഴാണ് നമ്മൾ ഒരു ശ്വസനമായിട്ട് നമ്മൾ ഇങ്ങനെ നമുക്ക് ഒരു ദിവസം രാവിലെ ഒരു 6 തവണ, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒരു 6 തവണ അങ്ങനെ ചെയ്യാം. ഈ നമ്മളിപ്പോ ആദ്യം പഠിച്ച ആ ഒരു ഡീപ് ബ്രീത്തിങ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ബ്രീത്തിങ്ങും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. നമ്മുടെ
ആ ഒരു ലങ്സിന്റെ കപ്പാസിറ്റി നന്നായിട്ട് കൂടും. അപ്പൊ ആ റേഷ്യോ ഞാൻ പറഞ്ഞത് ഇപ്പൊ 5-10 നമ്മൾ ചെയ്ത് നോക്കിയെങ്കിൽ അത് കൂട്ടി കൂട്ടി ഒരു 10, 20, 12, 24 വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പം ഒരു ഒരു ദിവസം 4, 8 ആയിരുന്നു ഈസി. ഇപ്പൊ നമ്മളൊരു 3-4 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ 5, 10 ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് 5, 10 കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ 6, 12 അങ്ങനെ നമ്മൾ ഒരു 10, 20 അല്ലെങ്കിൽ 8, 16 എങ്കിലും നമ്മൾ കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും നമുക്ക് യാത്രയിൽ ഉണ്ടാവും. പിന്നെ ഈ അനുലോമ വിലോമ ശ്വസനം, അനുലോമ വിലോമ ശ്വസനവും അതുപോലെ തന്നെ ഒരു 6 മുതൽ 12 തവണ വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതും രാവിലെയും വൈകിട്ടുമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും 2 നേരവും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. അത് പ്രത്യേകിച്ച് നമുക്ക് നടന്ന് ഇപ്പൊ നിങ്ങള് യാത്രയിലൊക്കെ നമുക്ക് ഇടയ്ക്കൊരു ക്ഷീണം വരുമല്ലോ. ഇടയ്ക്ക് നമുക്കൊരു നടന്ന് വരുന്ന ക്ഷീണം ഉണ്ടാവുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ബ്രീത്തിങ് ആണ്. അത് ശുദ്ധിശ്വാസം എന്നാണ് അതിന്റെ പേര്. പേര് പോലെ തന്നെ നമ്മളുടെ ശ്വാസത്തെ ശുദ്ധീകരിക്കാൻ അത് സഹായിക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള എക്സസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒക്കെ പുറത്ത് കളഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു പ്രാണവായുവിന്റെ ശക്തി കൂട്ടാൻ വരുന്ന ആ പ്രാണവായുവിന്റെ ശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ശുദ്ധിശ്വാസം. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിലപ്പം നമ്മൾ വളരെ ഉഷ്ണത്തിലൊക്കെ ഉഷ്ണം ഒക്കെ ഏറ്റിട്ട് നടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴോ നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ നമ്മൾ സാധാരണ വെക്കാറുണ്ട്. ഇത് ബോഡി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായിലൂടെ ശ്വാസത്തെ ഊതി പുറത്തേക്ക് വിടുന്നു. ശ്വാസം മുഴുവനായിട്ട് ഊതി പുറത്തേക്ക് വിടുന്നു. വീണ്ടും മൂക്കിലൂടെ എടുക്കുന്നു, വായിലൂടെ ഊതി പുറത്തേക്ക് വിടുന്നു. മൂക്കിലൂടെ എടുക്കുന്നു, വായിലൂടെ ഊതി വിടുന്നു. ഇത് എത്ര നമ്മൾ നടന്ന് ക്ഷീണിച്ചാലും ഈ ഒരു ബ്രീത്തിങ് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ക്ഷീണം പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്തേക്ക് അധികം ഇങ്ങനെ ബലം കൊടുക്കണം. നമ്മൾ ബലൂണൊക്കെ ഊതുന്ന പോലെ അത്ര ശക്തി കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കവിള് വീർപ്പിച്ച ശ്വാസം പുറത്തേക്ക് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു 4-5 തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയൊക്കെ നല്ല വേദന വരും. അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായിലൂടെ ഊതി. ഈ ഒരു 3 ബ്രീത്തിങ്, നമ്മുടെ ആദ്യത്തെ ഡീപ് ബ്രീത്തിങ്, രണ്ടാമത്തെ അനുലോമ വിലോമ ബ്രീത്തിങ്, ഈ മൂന്നാമത്തെ ശുദ്ധിശ്വാസം, ഇത് മൂന്നും എല്ലാ ദിവസവും ഒന്ന് പരിശീലിച്ചാൽ തീർച്ചയായിട്ടും ഒരു 21 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ലങ്സിന്റെ ഒക്കെ കപ്പാസിറ്റി നന്നായിട്ട് കൂടും. ഒരു പ്രാക്ടീസ് ഉണ്ട്, ബ്രീത്തിങ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസിൽ 21 ദിവസമുള്ള ഒരു പ്രാക്ടീസ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പലർക്കും, അതായത് ഒരു 4-8 ചെയ്യാൻ പറ്റുന്നവര് ഇത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 10-20 വരെയൊക്കെ ഒരു ബ്രീത്തിങ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഉറക്കം, നല്ല സുഖമായിട്ടുള്ള ഉറക്കം, അതുപോലെ ഈ ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ കുറയുക, അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ നമ്മൾക്ക് ബ്രീത്തിങ് കൊണ്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു 3 ബ്രീത്തിങ് ഏറ്റവും നമുക്ക് സുഖകരമായിട്ട് തോന്നുന്നത് പരിശീലിച്ചാലും മതി, അല്ലെങ്കിൽ 3ഉം ചെയ്ത് നോക്കാം. ഞാനിപ്പോ ലാസ്റ്റിൽ പറഞ്ഞത് നിങ്ങൾക്ക് യാത്രയിൽ കുറച്ചും കൂടി ഉപകാരപ്പെടും. കാരണം ഇട സമയത്ത് നമുക്ക് യാത്രയിൽ ക്ഷീണം തോന്നുമ്പോഴൊക്കെ ആ ഒരു ബ്രീത്തിങ് നമുക്ക് പരിശീലിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കാം. പറയുവാണെങ്കിൽ നല്ലതായിരുന്നു.
ഒന്നും കൂടി ചെയ്ത് ഏതെങ്കിലും ഒന്നുകൂടെ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ആ ഓക്കെ. അപ്പൊ ആദ്യത്തെ നമ്മള് ഒരു ഡീപ് ബ്രീത്തിങ് ആയിരുന്നു. ഡീപ് ബ്രീത്തിങ് നമ്മൾ പറഞ്ഞു ഒരു ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട നമ്മുടെ വയറിന്റെ മൂവ്മെന്റ് ആണ്. ബ്രീത്തിങ് ചെയ്യുമ്പോൾ അകത്തേക്ക് എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക്, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ശ്വാസം വെളിയിലേക്ക് പോകുമ്പോൾ വയറ് ഉള്ളിലേക്ക്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു 3-4 തവണ ഒന്ന് കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ മതി, അത് തിരിച്ചു വന്നോളൂ. സാധാരണയായിട്ട് നമുക്ക് ഭയങ്കര സ്ട്രെസ് കൂടുമ്പോഴാണ് ചെസ്റ്റ് ബ്രീത്തിങ് എന്നാണ് അതിന് പറയുന്നത്, അത് കൂടിക്കൂടി വരിക. അപ്പൊ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ വയറുള്ളിലേക്ക് പോകും. ഇപ്പൊ ആ ബ്രീത്തിങ് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതങ്ങ് ഓക്കെ ആയിക്കോളൂ. ഫസ്റ്റ് നമ്മൾ ഡീപ് ബ്രീത്തിങ് ആണ് ചെയ്തത്, അതായത് 1:2. റേഷ്യോ ഒന്നും നോക്കണമെന്നില്ല, നോക്കിയാൽ നമുക്ക് ആ ബ്രീത്തിങ്ങിന്റെ കപ്പാസിറ്റി കൂടി വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് റേഷ്യോയും കൂടെ പറഞ്ഞത്. ഇപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് നമ്മൾ ശ്വാസം എടുത്താൽ 2 സെക്കൻഡ് കൊണ്ട് വിടും. ആദ്യം നമ്മൾ നോക്കിയത് 5:10, 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുന്നു, 10 സെക്കൻഡ് കൊണ്ട് ശ്വാസം. അപ്പൊ അത് ഓക്കെ ആയിട്ടുള്ളവരുണ്ടായിരിക്കും, കുറെ പേർക്കെങ്കിലും അത് ഓക്കെ ആയിരിക്കും. സാധാരണഗതി 5-10 വലിയ പ്രശ്നം ഇല്ല. ഈ എങ്ങാനും ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അപ്പൊ തന്നെ അത് കുറച്ച് 4:8 എന്നുള്ളത് എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ വിഷമം കൂടുതൽ ഫീൽ ചെയ്യുന്നത്. നമുക്ക് അങ്ങ് ശ്വാസം അങ്ങ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുന്നതായിട്ടും ശ്വാസം എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുകയും ചെയ്യും. അപ്പൊ അതായത് നമ്മൾ ആ ഒരു റേഷ്യോയില് നമ്മുടെ ലങ്സ് കംഫർട്ടബിൾ അല്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്ത താഴേക്ക് തന്നെ വരണം. ചെറിയൊരു പ്രയാസമാണെങ്കിലും നമ്മുടെ ഉള്ളില് അതുണ്ടാക്കുന്ന പ്രഷർ വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു നമുക്ക് പറ്റാത്ത ഒരു റേഷ്യോയിൽ ചെയ്യാൻ പാടില്ല. തൊട്ട് താഴേക്ക് വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ചിലപ്പോൾ അത് 2-4 ആയിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ അത് ചെയ്ത് നമുക്ക് കൂട്ടി കൊണ്ടുവരണം. അപ്പൊ നല്ല കുറച്ചൊരു നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യും. എത്ര കുറവാണേലും സാരമില്ല, നമ്മൾ അത് നിരന്തരം ചെയ്യുമ്പോൾ അത് റെഡി ആയിക്കോളും. യാത്ര കഴിഞ്ഞാലും ഇത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ അതിങ്ങനെ കൂട്ടി കൊണ്ടുവരിക. പിന്നെ നമ്മള് അനുലോമ വിലോമ ശ്വസനമായിരുന്നു നോക്കിയത്. അതും നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് അനുലോമ വിലോമ ശ്വസനം. അപ്പൊ ഇത് ഡീപ് ബ്രീത്തിങ് ആദ്യം പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ചെയ്യാൻ. നമുക്ക് ആ ഒരു ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ കുറച്ചും കൂടെ കൂടുന്ന നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ശ്വാസം കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അത് ചെയ്യുന്നത് നിവർന്നിരിക്കുക, നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും അകത്തേക്ക് മടക്കുക. നമ്മുടെ തള്ളവിരലും നമ്മുടെ മോതിര വിരലും ഫ്രീ ആയിരിക്കും, ചെറുവിരലും നിവർന്നായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ മുഖത്തിന് നേരെ തിരിക്കുന്നു. തള്ളവിരല് നമ്മുടെ വലത് മൂക്കിന്റെ സൈഡിൽ. അപ്പൊ മൂക്കിന്റെ ഈ ഒരു നമ്മുടെ ആ ഒരു വീർപ്പ്, ചെറിയ വീർപ്പിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി, നമ്മുടെ മൂക്ക് അടഞ്ഞോളും. നമ്മൾ ഒരിക്കലും മൂക്കിനെ ഇങ്ങനെ തള്ളേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അതിനുശേഷം ഇടത് മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം എടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ ഈ ഒരു നമ്മുടെ മോതിര വിരൽ കൊണ്ട് ഈ ഇടത് മൂക്ക് അടച്ചു പിടിക്കുക. അതിനുശേഷം വലത് മൂക്കിലൂടെ ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. പിന്നീട് നമ്മുടെ ഈ വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഇടത് മൂക്കിലൂടെ വിടുക. ഈ സമയത്ത് ആണ് നമ്മൾ ഒരു ശ്വസനമായിട്ട് കണക്ക് കൂട്ടുന്നത്. അതായത് ലെഫ്റ്റ് നോസിൽ കൂടി എടുത്തു, റൈറ്റ് നോസിൽ കൂടെ വിട്ടു, ഒരു ഹാഫേ ആയിട്ടുള്ളൂ. പിന്നീട് റൈറ്റ് നോസിൽ കൂടി എടുത്ത് ലെഫ്റ്റ് നോസിൽ കൂടെ വിടുമ്പോൾ 1. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന്റെ കണക്കെടുക്കുന്നത്. അതൊരു 6 മുതൽ 12 തവണ വരെ ചെയ്യും. ഇപ്പം ആദ്യമായിട്ടാണ്, ഇപ്പൊ ചില ആളുകൾ നമ്മൾ ഈ യോഗയൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഇതുപോലെ ബ്രീത്തിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു അനുലോമ വിലോമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 4-5 തവണ ചെയ്ത് കഴിയുമ്പോൾ ഒരു നോർമൽ ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം വീണ്ടും തുടരുക. അപ്പൊ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എപ്പോഴും നമ്മുടെ ശരീരം പറയുന്നത് നമ്മൾ കേൾക്കണം. എപ്പോൾ ക്ഷീണം തോന്നുന്നു അപ്പം നിർത്തുക, അത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞ് തുടങ്ങുക. അത് എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ
ഇപ്പോ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ദിവസം 5-10 നല്ല ഈസി ആയിട്ട് നമ്മൾ ചെയ്യും, നല്ല ഡീപ് ബ്രീത്തിങ് ഒക്കെ ചെയ്തു. പിറ്റേ ദിവസം ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും പറ്റാതെ വരും. അപ്പൊ നമുക്ക് അതിനകത്ത് ഇന്നലെ പറ്റിയല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പൊ അങ്ങനെ വിചാരിക്കേണ്ട. നമ്മളുടെ ബ്രീത്തിങ് എന്ന് പറഞ്ഞാല് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷെ ശരിക്കും ഇപ്പോ നമുക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളില് വല്ലാത്തൊരു ഭാരം ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് ബ്രീത്തിങ് ശരിയാവില്ല, അന്ന് കുറവായിരിക്കും. വെളിയിലെ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്ങിന് വ്യത്യാസം വരും. നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ നല്ല ഹെവി ആയിട്ട് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നത്, അപ്പോഴും നമ്മുടെ ബ്രീത്തിങ്ങിന് വ്യത്യാസം വരും. നമുക്കൊരു ജലദോഷമോ എന്തെങ്കിലും ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്ങിന് വ്യത്യാസം വരും. അപ്പൊ അതാത് ദിവസം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേഷ്യോ ഏതാണോ അതിൽ മാത്രം ചെയ്യും. ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല, തലേദിവസം നമുക്ക് കൂടുതലായിരുന്നു അപ്പൊ അങ്ങനെയൊന്നും നോക്കണ്ട. അന്ന് ഏതാണോ നമുക്ക് പറ്റുന്നത് ആ ഒരു റേഷ്യോയിൽ ബ്രീത്തിങ് ചെയ്യുക. ഈ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ ബ്രീത്തിങ് കൊണ്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ 1-2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ ആ ഒരു ഫലം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു 10 ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ലാസ്റ്റിലുള്ളത് ശുദ്ധിശ്വാസം. പേര് പോലെ തന്നെയാണ്, നമ്മളുടെ ആ ശ്വാസത്തെ നന്നായിട്ട് ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മളെ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, പൊടി, വല്ലാതെ പൊടിയൊക്കെ ഉള്ള എല്ലാം പുറത്തേക്ക് പോകാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വായിലൂടെ ഊതി വിടുന്നു. മൂക്കിലൂടെ എടുക്കുന്നു, വായിലൂടെ ഊതി വിടുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്തേക്ക് അധികം സ്ട്രെയിൻ കൊടുക്കണ്ട. ജസ്റ്റ് ഈ കവിള് മാത്രം, കവിള് വീർപ്പിക്കുക, ചുണ്ടിലൂടെ നമ്മുടെ ഈ വായിലൂടെ ഇങ്ങനെ ഊതി പുറത്തേക്ക്. അപ്പൊ ആ ഒരു കാര്യം മാത്രം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു 4-5 തവണ ചെയ്യുമ്പോൾ ചെവിയുടെ ബാക്കിലൊക്കെ കഴിക്കാൻ തോന്നും. അപ്പൊ അത് മാത്രം ഒന്ന് കരുതിയാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വായിലൂടെ ഊതി വിടാൻ പറഞ്ഞു. ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോഴും അനുലോമ വിലോമ ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂക്കിലൂടെ മാത്രമേ നമ്മൾ ശ്വസിക്കാവൂ. അപ്പൊ ചില ആളുകൾക്കെങ്കിലും നമ്മൾ അറിയാതെ ചിലപ്പോൾ വായൊരൽപ്പം തുറക്കും. അപ്പൊ അത് വളരെ കരുതണം. നമ്മൾ മൂക്കിലൂടെ മാത്രം ശ്വസിക്കാൻ ശ്രദ്ധിക്കുക. 2 കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട്, മൂക്ക് നമ്മുടെ പൊടിയൊക്കെ എല്ലാം അതിനെ എല്ലാം മാറ്റിയിട്ട് നല്ല ശ്വാസം ഉള്ളിലേക്ക് പോവും. രണ്ടാമതൊരു കാരണം കൂടിയുണ്ട്, നമ്മൾ വെളിയിൽ ഏതൊരു എന്താ ഒരു ടെമ്പറേച്ചറിലുള്ള വായു ആണെങ്കിലും നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മൂക്കിലൂടെയുള്ള ശ്വസനമാണ്. അപ്പൊ നമ്മള് ഒരു ഡെസേർട്ടിൽ ചെന്നാലും വളരെ തണുപ്പുള്ള സ്ഥലത്ത് ചെന്നാലും അവിടെയുള്ള ആ വായുവിനെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ ഈ മൂക്കിലൂടെയുള്ള ശ്വസനമാണ് നമ്മളെ സഹായിക്കുന്നത്. അത് നമുക്കറിയാം, ഇപ്പം 37°C ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പൊ അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പൊ അതിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു മൂക്കിലൂടെയുള്ള ശ്വസനമാണ് സഹായിക്കുന്നത്. അപ്പൊ ഏതൊരു ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്താലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വായിലൂടെ ഊതി വിടുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് അത് ചെയ്യുക. ചിലത് വായിലൂടെ എടുക്കുന്ന ശ്വസനമുണ്ട്, അത് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലാത്ത എവിടെയാണെങ്കിലും നമ്മൾ നോർമലി ഇനിയും ബ്രീത്തിങ് ചെയ്യുവാണെങ്കിലും, നിങ്ങൾ നടക്കുമ്പോൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമ്മൾ കഴിവതും മൂക്ക് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് ഒരുപാട് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റിക്ക് ഒരുപാട് മാറ്റം വരും. അപ്പൊ അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെ. ഇനിയിപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അപ്പൊ മറുപടി ഇടാമല്ലോ. വേറെ അങ്ങനെ ബ്രീത്തിങ്ങിനകത്ത് എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നതിനകത്തോ ഗ്രൂപ്പിൽ നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് അതിനകത്ത് ഇടാൻ വേണമെങ്കിൽ അത്യാവശ്യം ചെയ്യുന്ന ഓരോന്നിന്റെ ചെയ്യുന്ന രീതികളോ
സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാലോ. പിന്നെ കഴിവതും രാവിലെയോ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഫുഡ് നല്ല ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ ചിലപ്പം ബ്രീത്തിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് രാവിലെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. കാരണം അന്ന് ഫുള്ള് അതിന്റെ ഒരു എഫക്ട് നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യും. എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിലും ചോദിക്കണം. ഇപ്പൊ നമ്മൾ ചിലപ്പോ തുടക്കത്തിൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം സംശയം ചോദിക്കുക. കാരണം എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥതയോട് കൂടി നമ്മൾ ഒരിക്കലും ഈ പ്രാക്ടീസ് തുടർന്ന് പോകാൻ പാടില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും നമ്മുടെ ആ ബോഡിയുടെ അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോ ജനറൽ ആയിട്ട് അങ്ങ് പറഞ്ഞു തരുന്നു. പക്ഷെ അത് ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും ഓരോരുത്തർക്കും അവനവന്റെ ആ ഒരു ലങ്സിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ചെയ്ത് പോകും. എപ്പോഴാണെങ്കിലും മെസ്സേജ് എപ്പോ ഇട്ടാലും അതിനുള്ള മറുപടി അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെ നമുക്കപ്പൊ ഈസി ആയിട്ട് ചെയ്യാം. എന്തായാലും മുടക്കാതിരിക്കുക, അത് ഏറ്റവും പ്രത്യേകം. കഴിവതും എല്ലാ ഈ പോകുന്ന അത്രയും ദിവസവും യാത്രയിലും ചെയ്യുക. ഭൂമി ചെന്നിട്ടോ അങ്ങനെ എപ്പോഴെങ്കിലും. പ്രത്യേകിച്ച് നിലത്തിരിക്കണമെന്നൊന്നുമില്ല, നമുക്ക് കസേരയിൽ ഇരുന്നാൽ മതി, നിവർന്നിരുന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ.